ഹലോ ഹലോ. ഇതിനെന്താ? 1 രൂപ. 1 രൂപ കൊള്ളാം. കപ്പലണ്ടി എന്ത് വില? 75 പൈസ. 75 പൈസ. അപ്പൊ ഇത് വേണ്ട. ശരി. ബാക്കി തരും. ബാക്കിയോ? എടോ 1 രൂപയുടെ ഈ ബിസ്ക്കറ്റ് തിരിച്ചു വന്നിട്ടല്ലേ 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചത് അല്ലേ? അപ്പൊ ബാക്കി 25 പൈസ തരൂ. നിങ്ങള് ഒരു ഭയങ്കര വിളിച്ചതാ. നിനക്ക് പറഞ്ഞു മനസ്സിലായി? അത് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമസ്കാരം സാർ. നമസ്കാരം. എന്താ സാർ? ഞാൻ 1 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ഇത് വേണ്ടാന്ന് തിരിച്ചു കൊടുത്തു. 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചു, ബാക്കി 25 പൈസ വെച്ച് ഇയാൾ തരുന്നില്ല. 1 രൂപയുടെ സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് 75 പൈസയുടെ സാധനം മേടിച്ചു, ബാക്കി 30 പൈസ കൊടുത്തു. അതെ, തരുവ. 1 രൂപയുടെ സാധനം അങ്ങോട്ട് തന്നിട്ടല്ലേ 75 പൈസയുടെ സാധനം വാങ്ങിച്ചത്? അതെ, ബാക്കി 30 പൈസ കൊടുക്കൂ. തരുവേ എന്തൊന്ന് ആലോചിച്ചോണ്ടിരിക്കാനുള്ളത്? വെട്ടിപ്പം തട്ടിപ്പോയി ഇറങ്ങിയിരിക്കാണോ? അല്ല ബിസിനസ് അറിയാം. അല്ല നിങ്ങൾക്ക് അവൻ ആള് മനസ്സിലായില്ല. അല്ല ആളെ മനസ്സിലാക്കി കൊടുക്കാം. മനസ്സിലായി സാർ, അബദ്ധം പറ്റി പോയാ സാർ. അല്ല മാന്യന്മാരായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം മനസ്സിലാക്കി ആർക്കും പറ്റും സാർ. നിനക്ക് പട്ടിയുടെ സ്വഭാവമാണ്. എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നണം. എന്നെ വെട്ടിച്ച് രൂപ വെച്ച സ്ഥലം പോകാം. നീ എന്തുകൊണ്ടാ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നത്? അത് കാണാനോട്ടൊന്നുമല്ല, അന്തസ്സുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ പാക്കറ്റിൽ നിന്ന് അടിച്ചതാ. നോട്ട് എഴുതാതെ, നോട്ട് മാറൂല. എന്തുവാ?
പോ. മാവോ, ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നേ? തരക്കേടില്ലാതെ എങ്ങനെ നടന്നു പോകുന്നു. ഇതിനെന്ത് വില? അതിന് 2 രൂപ. കിലോനോ? കിലോനോ? ഒന്നിന്. ഒന്നിനോ? മുടിഞ്ഞ വില ഒരു 3 എടുത്ത് പോയി പാക്ക്. വലിയ വിലയാണല്ലോ അമ്മാവാ. അമ്മാവാ കോമണകല്ലേ? ഇല്ലല്ലേ? എന്നാ ബാക്കിയാ അമ്മാവാ. എന്നാ അത് നോക്കില്ല. അതിനെന്താ വില? അപ്പുറത്ത് ഇതിനാ 5 രൂപ. പിന്നെ വരാം അമ്മാവ, ട്രെയിൻ കിട്ടില്ല. ഈ മുണ്ടിന് എന്ത് വില? 10 രൂപ. ഈ പന്ന മുണ്ടിന് 10 രൂപ. പന്ന മുണ്ടല്ല, കൈത്തറിയാ. 10 ബാക്കിയെടു. എന്താ പണം തന്നോ? ഒരു 20 രൂപ കൊണ്ട് വന്നു. നുണ പറയല്ലേ നീ? ഒരു 20 രൂപ തന്നില്ലെന്ന്. ബാക്കി എന്താ പ്രശ്നം? സാറന്മാരെ ഒരു 20 രൂപ നോട്ട് കൊടുത്തിട്ട് 10 രൂപയുടെ മുണ്ട് വാങ്ങിച്ചു. ബാക്കി വരുന്നില്ല. രൂപ തന്നില്ലെന്ന്. സാറേ ഒരു 20 രൂപ നോട്ട് ഞാൻ കൊടുത്തു. ആ ബാഗിനകത്തുണ്ട്. ബാഗ് നോക്കാൻ പറയണം. ആ ബാഗ് നോക്കാൻ പറയണം. നോക്കണം. അതിനകത്ത് പീറ്റർ എന്റെ പേരാ എഴുതിയിട്ടുണ്ട്. നോക്കണം. അപമാനിക്കുന്നു. എന്തോന്നത്? പിന്നെ ഈ പണി ഒന്ന് ഇവിടെ നടത്തേക്ക്. പരമദ്രോഹി. എന്തിനാ കരയുന്നത്? എന്റെ ഈ കൈ നഷ്ടപ്പെടുത്തിയ ശേഖരൻ മുതലാളിയുടെ ഏക മകൾ ഹേമ. അപ്പോൾ ഇവൾ രഹസ്യം അറിയാൻ വന്നതാണ്. ഇവളെ വെറുതെ വിടരുത്. ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്താലും സഹിക്കാൻ തയ്യാറായി വന്നവളാണ്. ഏതായാലും ഇനി ഞാൻ വീട്ടിലേക്കില്ല. ജയേട്ട എന്നോട് ക്ഷമിക്കൂ. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വീട്ടു തടങ്കലിലായിപ്പോയി. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. ചേച്ചി എനിക്ക് പരിചയമില്ല. നിന്റെ അച്ഛനറിയാം. നിന്റെ അച്ഛന്റെ ഗുണ്ടകൾ ചവച്ചു തുപ്പിയ മറ്റൊരു ചെറുപ്പക്കാരനാണിത്. ഇവന്റെ ബാപ്പയെ കൊന്നതും അവർ തന്നെ. നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്റെ അച്ഛനെ കുട്ടികൾ അന്വേഷിച്ചു വരും. ആര് വന്നാലും ഞാൻ ഈ വീട്ടിലേക്കില്ല. ഹേമേ, ദേവിയെ ഞാൻ പറയുന്നത് കേൾക്കൂ. നീ വീട്ടിൽ പോകുന്നില്ലേ? ഹേമ പോകുന്നില്ലെന്നാണ് പറയുന്നത്. ചേച്ചി, നീ ഒരു സ്ത്രീയല്ലേ? എന്നൊരു കൊച്ചനുജത്തിയായി കരുതൂ. ഞാനിനി ആ കൊലയാളികളുടെ കൂട്ടത്തിലേക്കില്ല. ഈ കുട്ടിയെ നമുക്ക് ഇപ്പോഴും ആവശ്യമാണ് സാർ. അപ്പോ അവളുടെ അച്ഛൻ അറിഞ്ഞാലും വരണം.